അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കും നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മൃഗത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കരുണാനും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ ഈ പ്രിയപ്പെട്ട ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശ്രയിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന്റെയും ചൂരൽമല ശിവക്ഷേത്രത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട കർമ്മി ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ ഹൈന്ദവ മതാചാര പ്രകാരമുള്ള കർമ്മം ഇവിടെ നടത്തുകയാണ്. അന്തിമ കർമ്മം പ്രിയപ്പെട്ട ശ്രീ സുനിൽദാസ് സ്വാമിയും സാന്നിധ്യമായി. ബന്ധനാത് മൃത്യോർമോക്ഷീയമാ അമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയമാ അമൃതാത്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. ഓരോന്നില്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പൂ. കാത്തുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. നീ അയക്കുന്നു നിർത്തുന്നു, നീ നിർത്തുന്നു ദേഹിയെ. നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ക്രിയ മഹാക്രിയ. നീ താൻ പുരോഹിതൻ ദേവ,
സർവകർമ്മൈക്യ സാക്ഷിനി എല്ലാം ഒടുക്കം വന്നൈക്യമടയും ശാന്തിതമാമാം ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി. രാമ 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 രാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഓം നമഃ ശിവായ. ഓം നാരായണായ. ബഹുമാന്യനായ മുസ്തഫൽ ഫൈസി ഖത്തീബ് മേപ്പാടി, അദ്ദേഹം നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. സയ്യിദ് അബ്ദുറഹിമാൻ മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ നമസ്കാരം. അതിനുള്ള സൗകര്യം പറകിലുള്ളവർ ഒന്ന് ക്രമീകരിച്ച് ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ശ്രദ്ധിക്കുക, സെൽഫ് ക്ലിയറായി നിൽക്കുന്നു. നാം മനസ്സിലാക്കിയതുപോലെ നിയത്ത് ചെയ്യേണ്ട രൂപം ഇമാമ് നിയത്ത് ചെയ്യുന്ന ജനാസകളുടെ മേലിൽ നാം നിസ്കരിക്കുന്നു. പ്രിയരെ, ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ യാത്രയപ്പ് നൽകുകയാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുകയും കണ്ണീര് വറ്റിപ്പോവുകയും ചെയ്ത വിവരണാതീതമായ ഈ അന്തരീക്ഷത്തിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവർക്ക് നിത്യശാന്തി നൽകുമാറാവട്ടെ. സ്വർഗലോകത്തിൽ അവരോടൊപ്പം ഒന്നിക്കുവാൻ ഒരു പുഞ്ചിരി സ്വർഗലോകത്തിൽ വെച്ച് അവർക്ക് സമ്മാനിക്കാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സർവശക്തനായ അള്ളാഹു ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹിതർക്കും ക്ഷമയും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.
الله أكبر. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആദരമർപ്പിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകളും മാറിയത് സംസ്ഥാന സർക്കാരിന്റെ ആദരം ഉൾപ്പെടെ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വം. പുത്തുമലയിൽ കൂട്ട കുഴിമാടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 16 പേരുടെ മൃതദേഹം കൂടി സംസ്കരിക്കുകയാണ്. സർവമത പ്രാർത്ഥന ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി സംസ്കാര ചടങ്ങുകളിലേക്കാണ്. സജു ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജു, അങ്ങനെ ആരുടേതെന്ന് തിരിച്ചറിയാത്ത 16 മൃതദേഹം കൂടി സംസ്കരിക്കാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സജു? സർവമത പ്രാർത്ഥനയോടെയാണ് 16 പേർക്കും ഇപ്പോൾ പുത്തുമല വിട ചൊല്ലുന്നത്. അങ്ങനെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ ഇവിടെയും. ഇന്ന് ആ ദുരന്തമുണ്ടായി 7ാം ദിനമാണ്. ഇന്നലെ 8 പേരുടെ മൃതദേഹം പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിച്ചിരുന്നു. രാത്രി വൈകിയും ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇന്നും ഈ സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ സജീവമാണ്. 16 പേരുടെ മൃതദേഹമാണ് മേപ്പാടിയിൽ നിന്ന് അല്പസമയം മുൻപ് ആംബുലൻസിൽ അവിടെ എത്തിച്ചത്. ആ 16 പേരുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ. ഇനി 15 പേരുടെ മൃതദേഹം കൂടി അവിടെ എത്തിക്കും. അങ്ങനെ 31 പേരുടെ മൃതദേഹം ഇന്ന് അവിടെ സംസ്കരിക്കുമെന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചത്. മന്ത്രിതല സംഘമടക്കം അവിടെ ഉണ്ട്. അവർ ആദരമർപ്പിക്കുകയാണ്. ആ ചടങ്ങ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ സർവമത പ്രാർത്ഥന നടന്നിരുന്നു. അങ്ങനെ ഒരു പോലീസ് മേധാവി ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗിക ആദരം ഇവിടെ വാങ്ങിപ്പോയ മനുഷ്യർക്ക് അന്ത്യയാത്രാമൊഴി നൽകുകയാണ്. അവസാനമായി അവരുടെ ആദരവ് അർപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള ഔദ്യോഗിക ആദരവാണ്. ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, മന്ത്രിമാരുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, ഒപ്പം ജനപ്രതിനിധികൾ, MLA മാർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ വിട നൽകുകയാണ്. ഏറ്റവും ആദരപൂർവ്വം, ഏറ്റവും നീതിപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അന്ത്യയാത്ര നൽകുക. വിട പറയുമ്പോൾ അന്ത്യയാത്ര നൽകാൻ ആളുകൾ ഉണ്ടാവുക, അത് ഏറ്റവും ആദരപൂർവ്വമായിരിക്കുക എന്നതൊക്കെ നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ സമൂഹത്തിൽ എല്ലായ്പ്പോഴും നടക്കേണ്ട ഒന്നുമാണ്. സർവമത പ്രാർത്ഥന, അതിനുശേഷം സർക്കാരിൻ്റെ ആദരം, തുടർന്ന് അങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ ഓരോന്നായി തൊട്ട് സമീപത്ത് തന്നെയായി ഒരുക്കിയിട്ടുള്ള കുഴിമാടങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അവിടെ കുഴിമാടങ്ങളിലേക്ക് എത്തിച്ച് സംസ്കരിക്കുക. ഓരോന്നായി 16 മൃതദേഹങ്ങളും സംസ്കരിക്കുക. അതിനുശേഷം അടുത്ത ഘട്ടമായി മൃതദേഹങ്ങൾ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും എത്തിക്കും. തുടർന്നും സംസ്കാരമുണ്ടാകും. കൂട്ടമായി അങ്ങനെ 200-ലധികം കുഴിമാടങ്ങളാണ് ഇവിടെ ഈ ഭാഗത്ത് തന്നെ. 64 സെന്റ് സ്ഥലത്തിലായി 200 കുഴിമാടങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അത്രയും മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത്രയും മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അവരുടെ ഉറ്റവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ഇതുവരെയും ഉറ്റവർക്ക്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഏറ്റവും അടുത്തു നിന്ന മനുഷ്യർ, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ, അവരെയൊക്കെ തിരിച്ചറിയാതെ പോകുന്നു. അവരുടെ മേൽവിലാസമൊക്കെ ഒരു DNA നമ്പറും കുഴിമാടത്തിൻ്റെ നമ്പറും മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയുണ്ട്, ദുര്യോഗമുണ്ട്. അത്രയും മനുഷ്യരെ ഈ ദുരന്തം വിഴുങ്ങിക്കളഞ്ഞു. ഉരുള് പൊട്ടി അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ മേലെ അശനിപാതം പോലെ ഒഴുകി വന്ന് അവരെയൊക്കെ മണ്ണടരുകളിലേക്ക് പലരെയും കൊണ്ടുപോയി. അവരൊക്കെ കാണാമറയത്താണ്. കിട്ടിയ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. തിരിച്ചറിയപ്പെടുക എന്നത് ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും അതിലൊരു നീതിയുണ്ട്. ആ നീതി അവർക്ക് ദുരന്തം നിഷേധിച്ചു. ഇപ്പോഴും അനവധി മനുഷ്യർ ഇതിന്റെ സമീപത്തൊക്കെ കാത്തു നിൽക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒരു അശ്രു പുഷ്പം കൊണ്ടെങ്കിലും, പ്രാർത്ഥന കൊണ്ടെങ്കിലും, ഒരു സാന്നിധ്യം കൊണ്ടെങ്കിലും ആ പ്രിയപ്പെട്ടവർക്ക് വിട നൽകാനുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ആ മനുഷ്യരൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഒപ്പം ആ സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള മനുഷ്യരുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന നീതി, ഇതൊരു ദുഃഖകരമായ അവസ്ഥയാണ്, ഒരു ദുര്യോഗമാണ്, ഇത് കാണേണ്ടി വരുന്നു എന്നതൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു നീതിയുണ്ട്. നമ്മൾ ഇനി ഈ മനുഷ്യർക്ക് ഉറപ്പാക്കേണ്ട ഒരു നീതിയുണ്ട്. അവരെ ദുരന്തം അവരെ വിഴുങ്ങി. പക്ഷേ
പക്ഷേ അവർക്ക് ഉറപ്പാക്കേണ്ട ഒരു നീതിയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളണ്ടിയർമാർ PP കിറ്റ് ധരിച്ച വളണ്ടിയർമാരാണ് മൃതദേഹങ്ങൾ ഓരോ കുഴിമാടത്തിലേക്കായി എത്തിക്കുക. അവിടെ താഴെയും വളണ്ടിയർമാർ സന്നദ്ധരായി തന്നെ നിൽക്കുന്നുണ്ട്. നേരെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുത്ത് കുഴിമാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അതിലേക്ക് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അതാണ് ചെയ്യാനുള്ളത്. ആ പ്രവർത്തനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ കടക്കുകയാണ് ഇനി ചെയ്യുക. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ വേഗത്തിൽ തന്നെ സർവമത പ്രാർത്ഥനയും ഒപ്പം ഈ ആദരമർപ്പിക്കലും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ബഹുമാനത്തോടെയും തന്നെയാണ് പുരോഗമിച്ച ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ ആദരവ് അർപ്പിക്കുക എന്നത് സംസ്കാര ചടങ്ങുകളിലൊക്കെ പുലർത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദരവുണ്ട്. ആ ആദരവ് നൽകുക എന്നതാണ്. എത്ര വലിയ ഒരു ദുരന്തത്തെയാണ് നമ്മൾ നേരിട്ടതെന്നത് ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരും. എത്ര വലിയ വ്യാപ്തി അതിനുണ്ട്, എത്ര മനുഷ്യരെ അതെടുത്തുകൊണ്ടുപോയി ഇവിടെ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും അങ്ങനെ വയനാടിൻ്റെ ഏറ്റവും സുന്ദരമായ ഭൂമിയിൽ ആ നാട്ടിൻപുറത്ത് വേലിക്കെട്ടുകളില്ലാതെ മതിലുകളില്ലാതെ ആ മനുഷ്യർ കഴിഞ്ഞിരുന്നു. അവർ അവസാനവും അതായത് തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർ മതത്തിൻ്റെ അതിരുകളൊക്കെ ഭേദിച്ച് സർവ്വമത പ്രാർത്ഥനയും അനുഭവിച്ചാണ്. അവർ അറിയുന്നില്ലെങ്കിൽ പോലും ആ സർവ്വമത പ്രാർത്ഥനയോടുകൂടി അവർ പോകുന്നു. അവിടെയും അതായത് അവർ ഒരുമിച്ചായിരുന്നു, ഒരു നാട്ടിലായിരുന്നു, ഒരു മണ്ണിലായിരുന്നു, ഒരു ഭൂമിയിലായിരുന്നു. മരണത്തിലും അന്ത്യനിദ്രയിലും അവസാന യാത്രയിലും അവർ ഒരുമിച്ചാണ് ആ മടക്കം. അതും നമ്മെ കരയിപ്പിക്കുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട് ആ കാഴ്ചകൾ. ഈ ദൃശ്യങ്ങൾ തന്നെ ഈ ദുരന്തത്തിൻ്റെ ദുര്യോഗം എത്ര ഭീകരമാണ്, എത്ര വലുതാണ്, എത്ര ആഴത്തിലുള്ളതാണ്, എത്രത്തോളം ആഘാതം അത് ഈ നാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ ഈ ദുരിതത്തിൻ്റെ മറ്റൊരു തലത്തിലുള്ള വ്യാപ്തി കാണിച്ചു തരുന്നു. ആ സ്ഥലത്തിൻ്റെയും അവിടുത്തെ അവസ്ഥയുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ കണക്കുകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വശത്ത് നഷ്ടങ്ങളുടെ ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലും നമ്മെ ഉള്ളു പിടയുന്ന ദൃശ്യങ്ങളായി ഇത് മാറുന്നത് ഈ ദുരന്തം എത്ര ആഴത്തിലുള്ളതാണ്, എത്ര വ്യാപ്തി അതിനുണ്ട്, എത്ര മനുഷ്യരെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എത്ര മനുഷ്യർ കാണാമറയത്തുണ്ട്, മണ്ണടരുകളിലുണ്ട് എന്ന് നമുക്ക് അറിയാം. ആ ഒരു അവസ്ഥയെ, ആ ദുര്യോഗത്തെ, ആ ദുസ്ഥിതിയുടെ വ്യാപ്തി ഈ കൂട്ടക്കുഴിമാടങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഈ കൂട്ടമായുള്ള സംസ്കാരം കാണിച്ചു തരുന്നുണ്ട്. മൃതദേഹങ്ങൾ ഒന്നായി എടുത്ത് സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ മൃതദേഹം എടുത്ത് സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഓരോ മൃതദേഹങ്ങളായി എങ്ങനെ സംസ്കരിക്കും. ഇന്നലെ 8 മനുഷ്യരുടെ മൃതദേഹങ്ങളാണ്